മലപ്പുറം ഇടവണ്ണയിലെ വീട്ടിൽ നിന്ന് ആയുധ ശേഖരം പിടികൂടിയ സംഭവത്തിൽ തോക്കുകൾ ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതി ഉണ്ണി കമദിനെ പോലീസ് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെയാണ് എടവണ്ണയിൽ നിന്ന് ആയുധശേഖരം പിടികൂടിയത്. ഇത് ഗൃഹനാഥൻ ഉണ്ണിക്കമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ തോക്കുകളും വെടിയുണ്ടകളും കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി കോടതിയുടെ അനുമതിയോടുകൂടി ഇത് ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് അയക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ പിടിച്ചെടുത്ത തോക്കുകൾ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തിരകൾ ഏതാണ്, അവയുടെ ഒരു തീവ്രത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ബാലിസ്റ്റിക് പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത്. അനുമതിയോട് കൂടി മാത്രം, ലൈസൻസോട് കൂടി മാത്രം പൊതുജനങ്ങൾക്ക് ലഭിക്കാവുന്ന 315 എന്നുള്ള ഒരു റൈഫിൾ ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് ലഭിച്ചു, ഇതിന്റെ 54 വെടിയുണ്ടകളും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് എത്രത്തോളം തവണ ഉപയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് കൂടുതലൊരു വ്യക്തത വരേണ്ടതുള്ളത്. 2 റൈഫിളുകൾ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസും 100 തിരകൾ കയ്യിൽ വയ്ക്കുന്നതിനുള്ള ലൈസൻസും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമായിട്ട് അനധികൃതമായി 20 എയർ ഗണ്ണുകളും റൈഫിളുകളും തിരകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതിൽ ഇപ്പോൾ 2 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് വാങ്ങിയിരിക്കുന്നത്. അതിൽ കൂടുതൽ പരിശോധനകൾ നടക്കും. ഒപ്പം തന്നെ ഈ എയർ ഗണ്ണുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാട്ടുപന്നികളെ വെടിവെക്കുന്നതിനൊക്കെ ആയിട്ട് എയർ ഗണ്ണുകൾ ആളുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിയിരിക്കുന്നവ ആരൊക്കെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്, ഒപ്പം തന്നെ അതിന് എത്രത്തോളം ഒരു കപ്പാസിറ്റി ഉള്ള എയർ ഗണ്ണുകളായിരുന്നു, ഒരു ടോയ് എന്നുള്ളതിനപ്പുറം എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, ഇവ വാങ്ങിയിരിക്കുന്നത് ഓൺലൈൻ വഴി കൂടിയാണ്. അപ്പോൾ അത് എവിടെ നിന്ന് വാങ്ങി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഇപ്പോഴും ഇയാൾക്ക് നൽകാൻ കഴിയുന്നില്ല. അതിൻ്റെ രജിസ്ട്രേഷൻ, ലൈസൻസ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും ഇപ്പോഴില്ല. ജില്ലാ കലക്ടർക്ക് ഇവ വിൽപ്പന നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ലൈസൻസ് വേണമെന്നാവശ്യപ്പെട്ട അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് വിൽപ്പന നടത്തുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നു. ബാലിസ്റ്റിക് പരിശോധനയ്ക്ക് വൈകാതെ അയക്കും. അത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. SKN അവ അയക്കുകയും ചെയ്യുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.